ഇന്ന് അൽ ഖവിയുൽ മതീനു സുബ്ഹാനഹു, സർവശക്തിമാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഖുവ്വത്തും മതാനത്തും ഏകദേശം ഒരേ അർത്ഥം, ഏകദേശം അതിന് ബന്ധമുണ്ട്. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശക്തിയാണ്, കരുത്താണ്. മതാനത്ത് എന്ന് പറഞ്ഞാൽ ആ കരുത്തിനെ സംബന്ധിച്ചാണ് മതാനത്ത് എന്ന് പറഞ്ഞാൽ. കഴിവുണ്ട്, കഴിവ് അതിശക്തമായ കഴിവാണ്, അപ്പോഴാണ് അതിന് മതീൻ എന്ന് പറയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇസ്മുകളിൽ ചിലത് റഹ്മത്തുമായി ബന്ധപ്പെട്ടതാണ്, ചിലത് അള്ളാഹുവിന്റെ ജലാലുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു ലത്തീഫാണ്, അള്ളാഹു തആല പുറത്തു തരുന്നവനാണ്, അള്ളാഹു മാപ്പാക്കുന്ന അഫുവാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ജലാൽ, അള്ളാഹുവിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന ഇസ്മാണ് അൽ ഖവി സുബ്ഹാന, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ. ഇതൊക്കെ അള്ളാഹുവിന്റെ മഹോന്നതമായ റബ്ബിന്റെ വിശേഷണമാണ്. അള്ളാഹു മഹോന്നതനാണ്. അതുകൊണ്ടാണ് ജലാലും ജമാലും അള്ളാഹുവിന്റെ സിഫത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് പറയാൻ കാരണം. ജലാലിന്റെ സിഫത്തുകൾ അല്പം ഭയപ്പെടുത്തുന്ന സിഫത്തുകളാണ്. ഷദീദുൽ ഇഖാബാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, ഖഹാറാണ് അള്ളാഹു തആല. അൽ മാനിഉ സുബ്ഹാന, അള്ളാഹുവിനെ തടഞ്ഞു വെക്കാൻ പറ്റും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദാറു സുബ്ഹാന, എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രയാസമോ നമുക്ക് വരുത്തണമെന്ന് റബ്ബ് തീരുമാനിച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ വേണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ, അള്ളാഹു ഇതിന് കഴിവുള്ളവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിന്റെ ജലാലാണത്. പിന്നെ റബ്ബിന്റെ ജമാലാണ്, റഊഫാണ്, റഹീമാണ് എന്ന് പറയുന്നതൊക്കെ അള്ളാഹുവിന്റെ ജമാലാണ്. അതാണ് തബാറകസ്മു റബ്ബിക്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മ് പരിശുദ്ധമാണ്. ദിൽ ജലാലി വൽ ഇക്റാം, പരിശുദ്ധിയും മഹത്വവും ഉടയവനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. അള്ളാഹു ഖവിയാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ അള്ളാഹുവിൻ്റെ ജനാബിലേക്ക് നമ്മൾ അടുക്കും. ഇപ്പോൾ നമ്മളൊക്കെ അതിശക്തനായ ഒരാൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ അത്തരം ആളുകളുമായുള്ള ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ദുർബലരായ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, നമുക്ക് പ്രയാസം വരും, അവർ പറയും എനിക്ക് സഹായിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. അവർക്ക് സിമ്പതിയെ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഒരു ഖവിയായ ഒരു മനുഷ്യൻ, ശക്തനായ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഖ്വൽ അഖ്വിയ, ശക്തിമാന്മാരിൽ ഏറ്റവും ശക്തിയുള്ളവനാണല്ലോ അല്ലാഹു ജല്ല ജലാലു. അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് ഉമ്മയും വാപ്പയും ഇല്ലാതെ സയ്യിദുന ആദം അലൈഹിസ്സലാമിനെ പടക്കുന്നത്. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ ഒരു മാതൃത്വത്തിന്റെ അനുഭവമില്ലാതെ സയ്യിദത്തുന ഹവ്വാ ബീവിയെ പടക്കുന്നത്. ഒരു പിതാവില്ലാതെ സയ്യിദുന ഈസ നബി അലൈഹിസ്സലാമിനെ പടച്ചത്. പിന്നെ പിതാവും മാതാവും ഒക്കെ ഉണ്ടായി. യഖ്ലുഖു മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന എല്ലാ സൃഷ്ടിപ്പും അള്ളാഹു നടത്തുകയാണ്. അള്ളാഹുവിന്റെ ഖൽഖാണത്, റബ്ബിന്റെ സൃഷ്ടിപ്പാണ്. നമ്മുടെ മനുഷ്യ ശരീരം, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്, ഒരു മനുഷ്യൻ അവന്റെ ശരീരം അറിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്നൊരു ആപ്തവാക്യമുണ്ട്. ഹദീഥാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്, ശരീരം അറിഞ്ഞാൽ അള്ളാഹുവിനെ അറിയാൻ പറ്റും. ശരീരം അറിഞ്ഞാൽ അള്ളാഹുവിനെ അറിയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ ഈ ഒരു കഴിവിനെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഈമാൻ പൂർത്തിയാവുന്നത്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അൽ ഖുദ്റത്തുൽ മുത്ലഖ, അതിരുകളില്ലാത്ത കഴിവിനാണ് അൽ ഖുദ്റത്തുൽ മുത്ലഖ എന്ന് പറഞ്ഞാൽ. ഇസ്രാ മിഅ്റാജിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ ബന്ധപ്പെടുത്തി ഇസ്രാ മിഅ്റാജ് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഇത് എങ്ങനെ സംഭവിച്ചത്? മനുഷ്യ ശരീരം എങ്ങനെ പോവേ? ചന്ദ്രനിലേക്ക് പോകണമെങ്കിൽ എത്ര ട്രെയിനിങ് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു ഡിപ്പാർച്ചർ, ഭൂമിയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലെ ഖുബ്ബത്തു സുഹ്റയുടെ പാറയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശലോകത്തേക്ക് ഉയർന്നു, അവിടെ പോയി തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു ഉപയോഗിച്ച വാക്കെന്താണെന്നറിയോ? സുബ്ഹാനല്ലദീ അസ്റാ. അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇസ്രാ മനസ്സിലാവും. അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇസ്രാ മനസ്സിലാവില്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അള്ളാഹു കൊണ്ടുപോയത്. നിങ്ങളാരും കൊണ്ടുപോയ കഥയല്ല അള്ളാഹു പറഞ്ഞു, അള്ളാഹു കൊണ്ടുപോയി എന്ന്. തങ്ങൾ പോയി എന്നല്ല പറഞ്ഞത്, സറൈച്ചു എന്നല്ല തങ്ങൾ, അസ്റാ. അള്ളാഹു ഹബീബിനെ റബ്ബ് കൊണ്ടുപോയി. സുബ്ഹാന, അള്ളാഹുവിന്റെ കഴിവ് പരിശുദ്ധമല്ലേ, അള്ളാഹുവിന്റെ കഴിവ് ഭയങ്കരല്ലേ. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്ക് മുഅ്മിനീങ്ങൾക്കില്ല. മുഅ്മിനീങ്ങൾക്കത് വിശ്വസിക്കാൻ എന്തുകൊണ്ട് ഭാരമില്ല? അത് ചെയ്തത് അൽ ഖാദിറുൽ മുഖ്തദിർ, അൽ ഖവിയുൽ മതീനായ അല്ലാഹു സുബ്ഹാനഹു.
അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ്. എല്ലാറ്റിനും കഴിവുള്ളവനാണ് റബ്ബ്. ഏത് സ്പീഡിലും ഏത് വെലോസിറ്റിയിലും ഏത് ക്ലൈമറ്റിലും എന്തെല്ലാം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടോ, സുബ്ഹാനക യാ റബ്ബ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തണം. ഇത് മനുഷ്യ ശരീരത്തിന് അള്ളാഹു കൊടുത്ത കഴിവാണ്. ആന്തരികമായി നമ്മൾ കാണുന്നതും കാണാത്തതുമായ സിദ്ധികൾ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഹയ്യ അലസ് സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരേണമേ, വിജയത്തിലേക്ക് വരേണമേ എന്ന് അള്ളാഹുവിൻ്റെ ഈ ദീനിൻ്റെ മുഅദ്ദിനുമാർ വിളിച്ചു പറയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നിസ്കാരത്തിന് നടന്നു വരാൻ, ഇബാദത്തിലേക്ക് നടന്നു വരാൻ കഴിവ് വേണം. കാലുകൾ നടക്കണം, പേശികൾ അനങ്ങണം, നമ്മുടെ ബോൺസ് ആൻഡ് ജോയിൻസ് വർക്ക് ചെയ്യണം. അള്ളാഹുവേ, ഒരു നന്മയിലേക്ക് വരാനും ഒരു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും നീ നൽകുന്ന കഴിവല്ലാതെ ഒരു കഴിവുമില്ല റബ്ബേ. ലാ ഹൗല അനിൽ മഅസിയ വലാ ഖുവത അല ത്വാഅ ഇല്ലാ ബിക യാ അല്ലാഹ്. അതാണ് അതിന്റെ അർത്ഥം. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം. നന്മയിലേക്ക് അടുക്കണമെങ്കിൽ, നന്മ ചെയ്യണമെങ്കിൽ, ഹിദായത്ത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം. സുബ്ഹാനല്ലാഹ്. ഇത് മനസ്സിലാക്കണം മുഅ്മിനീങ്ങൾ. അള്ളാഹുവാണ് എല്ലാ ഖുദ്റത്തിന്റെയും സോഴ്സ്. റബ്ബ് തആലയാണ് എല്ലാം. ഒരു ഡോക്ടറെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, ആ ഡോക്ടർ അത് ചെയ്യുന്നത് സ്വന്തം കഴിവ് കൊണ്ടല്ല, പിന്നെയോ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടാണ്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്താലും, മരണപ്പെട്ടു പോയിരിക്കുന്ന ഒരാൾ ഗൈബിയായ വിഷയത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹെൽപ്പ്, ഒരു സഹായമോ ചെയ്യുകയാണെങ്കിൽ തന്നെയും, ജീവിച്ചിരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും അള്ളാഹുവിന്റെ ഖുദ്റത്ത് മാത്രമേ അവർക്ക് സോഴ്സ് ആയിട്ടുള്ളൂ. അള്ളാഹു നൽകുന്ന ഖുദ്റത്തിൽ നിന്നാണ് അവർ നമ്മളെ സഹായിക്കുന്നത്. അള്ളാഹു നൽകുന്ന ഖുദ്റത്തിൽ നിന്ന് മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുകയുള്ളൂ. ഇത് വിശ്വസിക്കുന്ന ആളാണ് മുഅ്മിൻ. അങ്ങനത്തെ ആൾക്കാണ് മുഅ്മിൻ എന്ന് പറയുള്ളൂ. അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങളൊരു വേറെ തരത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയാണെന്നോ അല്ലെങ്കിൽ കുഫ്രാണെന്നോ ബിദ്അത്താണെന്നോ ഒന്നും പറഞ്ഞ് അതിൻ്റെ അകത്തേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് മുഅ്മിനിന്റെ അഖീദ ഇതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ പ്രശ്നം തീർന്നവിടെ. അതുകൊണ്ട് മഹാന്മാർ പറയും അറഫ്തുല്ലാഹ ബിനഖ്ദിൽ അസായിം, അസീമത്തുകളെ പൊളിച്ചതിന്റെ പേരിലാണ് ഞാൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും പ്ലാനും സൈന്യവും സന്നാഹങ്ങളും ആയുധങ്ങളും ഒക്കെയുള്ള ഒരു രാജ്യം, അള്ളാഹു അതിനെ പിടികൂടുകയും അതിന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ആ ഒരു രാജ്യത്തെയോ ഭരണകൂടത്തെയോ അള്ളാഹു മാറ്റിക്കളയുന്നത്. ഇത് നഖ്ദുൽ അസായിം. എന്തിനും ഞങ്ങൾ റെഡിയാണെന്ന് വിചാരിച്ചിരുന്നു, അതാ ഒരു കൊടുങ്കാറ്റ് വരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നഖ്ദുൽ അസായിം, മനുഷ്യന്റെ അസീമത്തുകൾ അള്ളാഹുവിന് പൊളിക്കാൻ പറ്റും. നമ്മൾ എല്ലാറ്റിനും സുസജ്ജമാണ്, നമ്മൾ നമ്മൾ സുശക്തമായി ഏതിനെയും ഏത് പ്രതിസന്ധിയെ നേരിടാൻ നമ്മുടെ രാജ്യം ഒരുക്കമാണ് എന്നൊക്കെ പറയുമ്പോഴും അള്ളാഹുവിനത് നഖ്ദ് ചെയ്യാൻ, അത് പൊളിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ പ്ലാനുകളൊക്കെ തകർന്നു പോകും. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിലേക്ക് ചിന്തിച്ചാൽ മതി. അള്ളാഹു ഖവിയാൻ. അൽ ഖുവ്വത്തു തദുല്ലു അല ഖുദ്റത്തി താമ്മ വൽ മതാനത്തു തദുല്ലു അല ശിദ്ദത്തിൽ ഖുവ്വ. മനുഷ്യൻ ദുഅഫിലേക്ക് മാറും. ഭയങ്കര ആരോഗ്യവും മസിലൊക്കെ ഉള്ള ആൾക്കാർ ഒരു പ്രായമായി കഴിഞ്ഞാൽ രണ്ടടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും, അല്ലേ? അള്ളാഹു ഖവിയാൻ. അതുകൊണ്ട് ആ ഖവിയായ അള്ളാഹുവിനെ നമ്മൾ ചേർത്ത് വെക്കാൻ. അല്ലാഹു ഇന്നല്ലാഹ മഅന ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കരുത്, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഏതാണ് അള്ളാഹു? അൽ ഖവിയ്യു സുബ്ഹാന അൽ മതീനു സുബ്ഹാന, എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബ്. എന്നിട്ട് എന്ത് പറഞ്ഞു എന്നറിയോ? ഈ റബ്ബിനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടോ? അള്ളാഹുവിന്റെ സാമീപ്യം നിങ്ങൾക്ക് വേണം. അതിന്റെ താക്കോൽ എന്താണ്? അള്ളാഹുവിന്റെ സാമീപ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനൊരു താക്കോല് വേണം. ആ താക്കോൽ എന്താണ്? അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ ദാസൻ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ അവന്റെ കൂടെയുണ്ട്. അള്ളാഹു എന്നെ സഹായിക്കും. ഈ വിഷയത്തിൽ അള്ളാഹു എനിക്ക് എന്നെ കൈപിടിക്കും, എന്നാ കൈപിടിച്ചിരിക്കും. നിങ്ങളുടെ ബ്രെയിനിൽ, തലച്ചോറിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടൂ. അള്ളാഹുവിന്റെ ഹളറത്ത്, അള്ളാഹുവിന്റെ സാമീപ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ലുത്ഫ്, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ദയ. അങ്ങനെയാണ്. നമുക്ക് വലിയ സാധനം അപ്പോൾ സെക്രട്ടറി അടുത്ത് ഒരു അപ്പോയിൻമെന്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരുപാട് നേരം കാത്തിരിക്കുക, ഇന്ന് അപ്ലൈ ചെയ്താൽ 4 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എന്നെക്കുറിച്ച് അവർക്ക് വേണ്ടതൊരു വിചാരിച്ചോട്ടെ. ഞാൻ എന്നെക്കുറിച്ച് അവർ എങ്ങനെ വിചാരിക്കുന്നുണ്ടോ അങ്ങനെയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അടിമ എന്നെ പറ്റി എന്താ വേണ്ടച്ച വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അള്ളാഹു പുറത്തു തന്നിരിക്കും. അള്ളാഹു എൻ്റെ കാര്യത്തിൽ ഇടപെടും എന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടോ? അള്ളാഹു ഇടപെട്ടിരിക്കും. നിങ്ങൾക്കത് കാണാനും അനുഭവിക്കാനും കഴിയും. നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് ജീവിതത്തിൽ.
അള്ളാഹു ഖവിയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ താക്കീദിനെ പേടിക്കണം. നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നതും ഒക്കെ അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയാണ്. നമ്മൾ അള്ളാഹിനെ പേടിക്കണം. എന്താ പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ വലയത്തിൽ നിന്ന് നമ്മളല്ല പുറത്തെറിയുമോ എന്ന് പേടിക്കണം. അള്ളാഹു കരീമാണ്, നമ്മളൊന്നും ചെയ്തില്ല എന്ന് വന്നേക്കാം. പക്ഷേ നമ്മുടെ ആ ഒരു സൗഹൃദ മഹബത്തിൻ്റെ ഒരു വലയത്തിൽ നമ്മൾ കയറിക്കൂടി കഴിഞ്ഞു. പക്ഷെ നമ്മൾ അള്ളാഹ്ക്ക് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ അള്ളാഹു നമ്മളങ്ങോട്ട് സൈഡാക്കുമോ എന്ന് പേടിക്കണം. അത് ഭയപ്പെടണം. അത് ഭയങ്കര ഷഖാ ആണ്, ഏറ്റവും വലിയ പരാജയമാണത്. അതുകൊണ്ട് മഹബത്തുണ്ടാകുമ്പോഴേ പേടിക്കേണ്ടതുള്ളൂ. ആ സ്നേഹം നഷ്ടപ്പെടാതിരിക്കണം, ആ സ്നേഹം കൈവിട്ടു പോകാതിരിക്കണം.